ലോകം കണ്ട മികച്ച പെയിൻറ്റിങ്ങുകൾ. ഹലോ ഫ്രണ്ട്സ്, SM വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ മികച്ച പെയിൻറ്റിങ്ങുകളെ കുറിച്ചാണ്. ഇവയുടെ വില കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. 3300 കോടി രൂപ വരെ വില വരുന്ന പെയിൻറ്റിങ്ങുകൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സമയം കളയാതെ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്പർ 1, സാൽവേറ്റർ മുണ്ടി. ലോക പ്രശസ്തനായ ലിയാനോ ഡാവിഞ്ചിയാണ് ഇതിനെ വരച്ചത്. ഡാവിഞ്ചി വരച്ചതാണെങ്കിൽ പോലും ഇത് ഡാവിഞ്ചി വരച്ചതാണോ അതോ അയാളുടെ വിദ്യാർത്ഥി വരച്ചതാണോ എന്നതിനുള്ള പല ചർച്ചകളും ഇന്ന് നടക്കുന്നുണ്ട്. സൗദി കിരീടാവകാശിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാനാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവകാശിയായി പറയുന്നത്. 2007 ഗ്രീസിൽ നടന്ന ഒരു ലേലത്തിൽ $450 മില്യൺ ഇങ്ങേര് ഇത് സ്വന്തമാക്കിയത്. അതായത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 3300 കോടി രൂപ. മുഹമ്മദ് ബിൻ സൽമാൻ ഇത് മേടിച്ചത് അബുദാബിയിലെ ജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാനായിരുന്നു. പിന്നെ അത് ഒഴിവാക്കി തൻ്റെ കേന്ദ്രമായിട്ടുള്ള അൽ ഉലയിൽ സ്ഥലത്താണ് ഇത് മാറ്റിയിരിക്കുന്നത്. നമ്പർ 2, ഇൻ്റർചേഞ്ച്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രണ്ടാമത്തെ പെയിൻ്റായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഡച്ച് അമേരിക്കയിലെ വില്യം ഡി കൂണിംഗ് വരച്ച ചിത്രമാണ് ഇത്. ചിക്കാഗോയിലെ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത്. 2015 അമേരിക്കയിൽ നടന്ന ലേലത്തിൽ $300 മില്യൺ ഇത് ഡി ലാഡർ എന്ന കമ്പനിയുടെ ഉടമസ്ഥനായ കെന്നറ്റ് ഗ്രിഫിൻ സ്വന്തമാക്കിയത്. അത് ഏകദേശം $300 മില്യൺ അതായത് 2200 കോടി രൂപ. നമ്പർ 3, ദ കാർഡ് പ്ലേയേഴ്സ്. നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് പൗൾ സെസാൻ എന്ന പെയിൻറ്റർ വരച്ച ചിത്രമാണ്. ഈ പെയിൻറ്റിങ്ങിൽ എന്താണെന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ 2 ആളുകൾ ഷീട്ട് കളിക്കുന്നതായാണ്. ഇതിൻ്റെ വില ഏകദേശം $300 മില്യൺ ആണ്, അതായത് ഏകദേശം 2200 കോടി രൂപ. 2011 ഖത്തറിലെ റോയൽ ഫാമിലിയാണ് ഇതിനെ വാങ്ങിയിരുന്നത്. ഈ ചിത്രം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ടുള്ള മ്യൂസിയം ഓഫ് ആർട്ടിലാണ്. നമ്പർ 4, നെഫെഫ ഐപ്പോ. നിങ്ങൾ എപ്പോൾ വിവാഹം കഴിക്കും എന്നതിനെ വിവർത്തനം ചെയ്യുന്ന രീതിയിലാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഈ ചിത്രം വരച്ചിരിക്കുന്നത് ലോക പ്രശസ്തനായ ലോൾ ഗേവ് ഗെയ്നാണ്. 1892 ഈ ചിത്രം വരച്ചത്. പിന്നീട് 2014 $300 മില്യൺ അതായത് ഏകദേശം 2200 കോടി രൂപക്ക് ഖത്തറിലെ രാജകുടുംബത്തിന് ഇത് വിൽക്കുകയാണ് ചെയ്തത്. നമ്പർ 5, നമ്പർ 17A. എക്കാലത്തെയും പ്രശസ്ത ചിത്രകാരനായിട്ടുള്ള ജാക്സൺ പൊള്ളാക്കാണ് ഇത് വരച്ചിരിക്കുന്നത്. അമേരിക്കൻ എൻ്റർപ്രനറായിട്ടുള്ള കെന്നത്ത് ഗ്രിഫിനാണ് ഈ ചിത്രം സ്വന്തമാക്കിയത്. ഏകദേശം $200 മില്യൺ അതായത് ഏകദേശം 1475 കോടി രൂപക്ക്. നമ്പർ 6, വയലറ്റ്, ഗ്രീൻ ആൻഡ് റെഡ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വയലറ്റ്, ഗ്രീൻ, റെഡ് എന്ന പെയിൻറ്റിംഗ് ആണ്. 1951 ജീവിച്ചിരുന്ന മാർക്ക് റത്തോക്ക് ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തെ മനസ്സിലാക്കാം ശരിക്കും ഒരു ഫോട്ടോയുടെ ആവശ്യമില്ല. ആ പേരിൽ തന്നെ അതിൻ്റെ രൂപം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. റഷ്യൻ കോടീശ്വരിയായിട്ടുള്ള റൈബോലോ ഫ്ലേവാണ് ഇത് സ്വന്തമാക്കിയത്. ഏകദേശം 186 മില്യൺ രൂപക്ക്, അതായത് ഏകദേശം 1996 കോടി രൂപക്ക്. നമ്പർ 7, ടെൻഡൻ പോർട്ടൻസ്. 1634 ജീവിച്ചിരുന്ന സൂൾമെൻറ്റും
ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ള കോപ്പിറ്റും അവരുടെ വിവാഹ സമയത്ത് വരച്ച ചിത്രമാണ് ഇത്. ലോക പ്രശസ്ത പെയിൻ്ററായിട്ടുള്ള റെൽബ്രൻഡാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത്. പെയിൻറ്റിംഗ് നിലവിൽ നെതർലാൻഡിലെ റിജക്സ് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിലയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 180 മില്യണാണ്, ഏകദേശം 1300 കോടി രൂപ. അപ്പോൾ ഇത്രയുമാണ് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ പെയിൻറ്റിങ്ങുകളായി കണക്കാക്കപ്പെടുന്നത്. ഇനി ഞാൻ വേറെ ഒരു കാര്യം പറയാം. നമ്മൾ ഇപ്പോൾ 1300 കോടി രൂപ മുതൽ 3300 കോടി രൂപ വരെ വില വരുന്ന ചിത്രങ്ങൾ കണ്ടു. ഈ ചിത്രങ്ങൾക്ക് ഇത്രയും വില വരാനുള്ള കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചിത്രങ്ങൾക്ക് ഇത്രയും വില വരാൻ കാരണം മറ്റൊന്നുമല്ല, അത് വരച്ചവരുടെ ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇത് വരച്ചവരുടെ കഴിവിനെയാണ് ഈ ചിത്രത്തിൻ്റെ വിലയായി കണക്കാക്കപ്പെടുന്നത്. ഉദാഹരണത്തിനായി ലോകത്തെ മികച്ച ഒരു പെയിൻ്ററാണ് ലിയാനോ ഡാവിഞ്ചി. ഇദ്ദേഹത്തിൻ്റെ വരച്ച പെയിൻറ്റിങ്ങുകളും അതുപോലെ കുറിപ്പടികളും സ്വന്തമാക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരുമുണ്ടാകില്ല. ലിയാനോ ഡാവിഞ്ചി എന്ന പെയിൻ്റർ കൂടുതലും പ്രശസ്തനായത് മൊനാലിസ എന്ന ചിത്രത്തിലൂടെയാണ്. ഫ്രാൻസിലെ ലോവർ മ്യൂസിയത്തിലാണ് മൊനാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയാർജിച്ച ചിത്രങ്ങളാണ് അവസാനത്തെ അത്താഴം, അതുപോലെ തന്നെ മൊനാലിസ, നമ്മൾ അവസാനമായി പരിചയപ്പെട്ട സാൽവൻഡർ മണ്ടി എന്ന ചിത്രവും. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ചിത്രത്തിന് പോലും 1000 കോടിക്ക് മുകളിലാണ് വില. ഇതിനുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ അയാളുടെ കഴിവ് തന്നെയാണ്. അദ്ദേഹം ഒരു സമയം ഇടത് കൈ കൊണ്ട് ചിത്രം വരയ്ക്കുകയും വലത് കൈ കൊണ്ട് എഴുതുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഈ പറയുന്ന കഴിവുകൾ കിട്ടാൻ ചില്ലറയല്ല. അദ്ദേഹം തന്നെ വരച്ച മൊനാലിസ എന്ന ചിത്രമാണ് ശരിക്കും ഇതിൽ ആദ്യം വരേണ്ടത്. അതിന് വിലയിടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 1962 കാലഘട്ടത്തിൽ തന്നെ അതിന് ഏകദേശം $850 മില്യൺ ഉണ്ടായിരുന്നു. അതായത് ഏകദേശം 6200 കോടി രൂപ. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം എഴുതിയ ഒരു ബുക്കിന് പോലും ഏകദേശം 225 കോടി രൂപയുടെ മൂല്യമുണ്ട്. അത് സ്വന്തമാക്കിയത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് ആണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഡാവിഞ്ചിയുടെ ചിത്രങ്ങൾക്ക് വില കൂടാൻ കാരണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെയിൻറ്റിങ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.